ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്ലാസ് 2 ഇംഗ്ലീഷ് റിവിഷനാണ് ഇപ്പോൾ നോക്കുന്നത്. ആൻ അംബ്രല്ല ഫോർ ഓൾ. ആ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനാണ്. ആ ചാപ്റ്ററിൽ പറയുന്ന ആൻഡ്, ബട്ടർഫ്ലൈ, ഫ്രോഗ്, മഷ്റൂം എന്നിവയുടെ ഡിസ്ക്രിപ്ഷൻ എന്തായാലും മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ആൻഡും ബട്ടർഫ്ലൈയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും എക്സാമിന് ആൻഡോ ബട്ടർഫ്ലൈയോ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ അവർക്ക് എഴുതാൻ പറ്റണം. അപ്പം ആൻറ്റിൻ്റെയും ബട്ടർഫ്ലൈനെ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫ്രോഗ് നമുക്ക് നോക്കാം. ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഫ്രോഗ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഞാനാണ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ബാക്കിയുള്ള എല്ലാ ആൻറ്റിനോടും ബട്ടർഫ്ലൈനോടും എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഐ ആം എ ഫ്രോഗ്, ഐ ആം എ ഗ്രീൻ ഫ്രോഗ്, ഐ ഹാവ് ബിഗ് ഐസ്, ഐ ഈറ്റ് ഇൻസെക്ട്സ് ആൻഡ് ഐ ലിവ് ഇൻ പോണ്ട്. അപ്പോൾ ഇത് സ്വന്തമായിട്ട് മക്കൾക്ക് എഴുതണമെങ്കിൽ അവരുടേതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. സോ എല്ലാവർക്കും അതിൻ്റെ എങ്ങനെ ചെയ്യണം, സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുമ്പോൾ അവർക്ക് എങ്ങനെ അത് എഴുതണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് കുറച്ച് നേരം വായിപ്പിക്കുക. അപ്പോൾ അവർക്കത് എന്താക്കും, മനസ്സിലാവും എന്താണ് ഫ്രോഗ് എന്ന് എങ്ങനെ പറയണമെന്ന്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ സെൻറ്റൻസാണ്, നോക്കുക. നെക്സ്റ്റ് പറയുന്നത് മഷ്റൂമാണ്. ഇപ്പോൾ ചാപ്റ്റർ മുഴുവൻ നമ്മൾ മഷ്റൂമിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് മഷ്റൂം എന്ന് അറിയിക്കണ്ടേ. സോ ഇറ്റ് ഈസ് എ മഷ്റൂം, ഇറ്റ് ഈസ് എ ടൈനി മഷ്റൂം, ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ വിത്ത് യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. ഇത് ഞാൻ ഇവിടെ കൊടുത്തത് നമ്മളെ ചാപ്റ്ററിൽ റെഡ് കളറാണ്, അതിൻ്റെ മുകളിൽ യെല്ലോ സ്പോട്ട് ഉണ്ട്. അപ്പോൾ കുട്ടിയൊക്കെ ആ ലൈൻ അറിയും. അതുകൊണ്ട് അവർ എഴുതുകയാണെങ്കിൽ മഷ്റൂമിനെ വരയ്ക്കുകയാണെങ്കിലും അങ്ങനെ എഴുതിയാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ ഓർ വേറെ ഏതെങ്കിലും കളർ കൊടുത്തിട്ട് ഈസിയുള്ള കളർ കൊടുത്ത് പഠിപ്പിക്കാം. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മഷ്റൂം ആൻഡ് ഇറ്റ് ലൈക്ക് ആൻ അംബ്രല്ല. അംബ്രല്ല പോലെയല്ലേ ഉള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, ഇറ്റ് ഈസ് ലൈക്ക് ആൻ അംബ്രല്ല ആണെന്ന്. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല സെൻറ്റൻസ് മക്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളതായ ഐഡിയയിൽ ചെയ്യാനും നോക്കുക. നെക്സ്റ്റ് ഞാൻ അടുത്തത് പറയുന്നത് മോഡൽ എക്സാമിൽ വന്നൊരു ക്വസ്റ്റ്യനാണ് ഇംഗ്ലീഷിൻ്റെ. നിങ്ങളെല്ലാവരും കണ്ടിക്കുക, അത് ഓർഡർ വെച്ച് അറേഞ്ച് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ആദ്യം വന്നത് ആരാണ്, ആൻഡ് ആണല്ലേ. പിന്നെ വന്നത് ബട്ടർഫ്ലൈ ആണ്. രണ്ടാമത്തത് 3 എ മൗസ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്, മൗസ് വന്നു. ദെൻ സ്പാരോ ഹോപ്പ് ടു ദ മഷ്റൂം. നെക്സ്റ്റ് ലാസ്റ്റ് ഓൾ ദ ഫ്രണ്ട്സ് സാറ്റ് ടുഗെദർ അണ്ടർ ദ മഷ്റൂം. അത് 5 പോയിൻറ്റ്സും ഒരേപോലെ മീൻസ് കറക്റ്റ് ഓർഡറിലായിട്ട് ആദ്യം ആരാണ് വന്നത്, പിന്നെ ആരാണ് വന്നത്, അതെല്ലാവർക്കും അറിയും. പക്ഷേ എഴുതുന്ന സമയത്ത് തെറ്റിപ്പോണ്ടിരിക്കാം, ഒന്ന് ചെയ്തു നോക്കുക. മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് പറയുന്നത് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആണ്. ഇവിടെ ആരൊക്കെയാണുള്ളത്, റാബിറ്റും മങ്കിയാണ് ഉള്ളത്. അപ്പോൾ റാബിറ്റാണ് ചോദിക്കുന്നത്, ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ? നീ മഴയത്ത് നനഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം മങ്കി എന്താ പറയുക, എന്തായിരിക്കും പറയുക, അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യെസ് ഐ ആം വെറ്റ്, ഞാൻ നനഞ്ഞിട്ടുണ്ടെന്ന് പറയണം അല്ലേ. യെസ് ആദ്യം പറയണം, ഐ ആം വെറ്റ്, യെസ് ഐ ആം വെറ്റ്. നെക്സ്റ്റ് പറയുന്നത് റാബിറ്റാണ്. ലുക്ക് അറ്റ് മീ, ഐ ആം നോട്ട് വെറ്റ്. റാബിറ്റ് എന്താ പറയുന്നത്, എന്നെ നോക്ക്, ഞാൻ നനഞ്ഞിട്ടില്ല. അപ്പം എന്ത് ചോദിക്കും, മങ്കി എന്ത് ചോദിക്കും. അപ്പോൾ മങ്കി എന്തായിരിക്കും ചോദിക്കുക, എന്തായാലും മങ്കി ചോദിക്കുകയല്ലേ, എങ്ങനെ നീ നനയാണ്ടിരുന്നതെന്ന് എന്തായാലും ചോദിക്കും. അതാണ് അവിടെ ചോദിച്ചത്. ഓ ബട്ട് ഹൗ, എങ്ങനെയാണ് നീ നനയാതിരുന്നത്. അപ്പം റാബിറ്റ് എന്തായിരിക്കും ഉത്തരം പറയുക, ഐ ഫൗണ്ട് എ ഷെൽട്ടർ അണ്ടർ എ മഷ്റൂം. ഞാനൊരു ഷെൽട്ടർ കണ്ടുപിടിച്ചു. നമ്മൾ ആ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട്, ആൻഡ് ഷെൽട്ടർ കണ്ടുപിടിച്ചതാണല്ലേ. മഷ്റൂമിനെ ആൻഡ് ഷെൽട്ടറാക്കി. അതേപോലെ തന്നെ ഇവിടെ റാബിറ്റും ഷെൽട്ടറാക്കി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റാബിറ്റ് ഇവിടെ ഷെൽട്ടർ ആക്കി എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം, ഐ ഫൗണ്ട് എ ഷെൽട്ടർ അണ്ടർ എ മഷ്റൂം. സോ കീപ് വാച്ചിങ്.